الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട് രോഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു പരീക്ഷണമാണ്. ലോകത്ത് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളായ ഞാനും നിങ്ങളും
ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ ചോദിക്കണം, ആഫിയത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സൗഖ്യത്തെ ചോദിക്കുകയാണ്. എന്തിനേറെ വിശ്വാസികളെ, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ വരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണേ. അല്ലാഹുവേ, എൻ്റെ കേൾവിക്ക് നീ സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. അല്ലാഹുവേ, എൻ്റെ കാഴ്ചക്ക് നീ സൗഖ്യം നൽകണേ. ഈ 3 പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച ശേഷം വിശ്വാസി പറയുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല റബ്ബേ, അതുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്ന എല്ലാറ്റിനും നീ എനിക്ക് സൗഖ്യം നൽകണേ എന്നാണ്. അതിനാൽ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താലാണ് ഇന്ന് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതുമെങ്കിൽ, നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, നമ്മെപ്പോലെ വസ്ത്രമുടുക്കുന്ന, നമ്മെപ്പോലെ ആഗ്രഹങ്ങൾ മനസ്സിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് രോഗശയ്യയിൽ കിടക്കുകയാണ്. അതിനാൽ ആ രോഗിയെ നമ്മൾ സന്ദർശിക്കണം, രോഗികളായിട്ടുള്ള ആളുകളെ നമ്മൾ സന്ദർശിക്കണം. അതുകൊണ്ട് തന്നെയാണ് പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് അത് വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അത് പ്രബലമായ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അധിക പണ്ഡിതന്മാരും പറഞ്ഞത് ഫർള് കിഫായയാണ് എന്ന് പറഞ്ഞാൽ, സമൂഹത്തിലെ ഒരു വ്യക്തി ചെയ്താൽ എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ ഈ ഒരു അഭിപ്രായത്തോടാണ് അധിക പണ്ഡിതന്മാരും നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അത്ഇമുൽ ജാഇഅ വഊദുൽ മരീദ് വഫുഖു അൽ ആനിയ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ഉപദേശമാണ് മുഅ്മിനുകളെ, അത്ഇമുൽ ജാഇഹ, നിങ്ങൾ വിശക്കുന്നവനെ നിങ്ങൾ ഭക്ഷിപ്പിക്കണേ. വിശക്കുന്നവൻക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. വഊദുൽ മരീള, നിങ്ങൾ രോഗിയെ സന്ദർശിക്കണം. അതുപോലെ തന്നെ വഫുഖുൽ ആനിയ, യുദ്ധത്തടവ് പുള്ളിയെ നിങ്ങൾ വിട്ടയക്കുകയും ചെയ്യുക. മറ്റൊരു ഹദീസിൽ രോഗസന്ദർശനവുമായി കൊണ്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, ഖംസുൻ തജിബു ലിൽ മുസ്ലിമി അലാ അഖീഹി, 5 കാര്യങ്ങൾ തൻ്റെ സഹോദരന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. അതിൽ ഒന്നാമത്തെ വിഷയം, ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വഇയാദത്തുൽ മരീദ്, രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഉപദേശത്തിൽ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 കടമകളുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കി, ഇദാ ദഅക ഫഅജിബുഹു, അവൻ നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് നീ മറുപടി കൊടുക്കണമെന്നാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചത്. അതേ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, വഇദാ മരിദ ഫഅദുഹു, അവൻ രോഗിയായാൽ നീ അവനെ
സന്ദർശിക്കണം എന്നുള്ളതാണ്. വിശ്വാസികളെ, നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ആളുകൾ ഇന്നും രോഗശയ്യയിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഇന്നും ഒരുപാട് സമ്പന്നരാകട്ടെ പാവപ്പെട്ടവരാകട്ടെ എത്രയോ ആളുകൾ രോഗമായി കൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇടക്കൊക്കെ സമയം കിട്ടുമ്പോ ആശുപത്രികളിലൊക്കെ നമ്മൾ ചെല്ലണം, രോഗികളെ പോയി സന്ദർശിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുകയാണ്. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വരികയാണ്, തൻ്റെ മക്കളെ ചികിത്സിക്കുവാൻ പണമില്ല, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ എന്ന് വരെ പറഞ്ഞുകൊണ്ട് വരികയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗികൾ എത്രയാണ് വിശ്വാസികളെ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, കടമയാണ് ഇയാദത്തുൽ മരീദ്. ഒരു വിശ്വാസി രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആത്മാർത്ഥത കാട്ടിയിട്ടുണ്ട് വിശ്വാസികളെ. സ്വന്തം ശരീരത്തോട്, സ്വന്തം നഫ്സിനോട് ചോദിക്കു വിശ്വാസികളെ, ഞാനും നിങ്ങളും ഈ ഒരു വിഷയത്തിൽ നമ്മൾ എത്ര താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോയെങ്കിലോ, ഇനി നമ്മൾ രോഗിയെ ഒന്ന് സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിലോ നമുക്ക് വലിയ തിരക്കാണ്. അത് മറ്റുള്ളവരൊന്ന് കാണിച്ച്, ഇനി ഞാനിവിടെ വന്നിട്ടില്ലെങ്കിൽ എന്റെ കുടുംബക്കാർ എന്ത് വിചാരിക്കും, എന്റെ അയൽവാസി എന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ടും വിചാരിച്ചുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? പോകാതിരിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, സ്വഫുകളിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. ആളുകൾ കുറച്ചൊക്കെ മുൻപോട്ട് കയറി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ആളുകൾക്ക് കുറച്ച് സൗകര്യം നമുക്കത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ രോഗിയെ സന്ദർശിക്കുക എന്നുള്ള രൂപത്തിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ അവിടെ എടുക്കുന്ന ഒരു നിലപാട് എന്താ? ഇനി ഞാൻ പോയിട്ട് ഇല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? വിശ്വാസികളെ, ആളുകൾ നമ്മെ കുറിച്ച് എന്ത് വിചാരിച്ചു വിചാരിച്ചില്ല നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ നല്ല നിയ്യത്തോടു കൂടിയും ഒരു രോഗിയെ സന്ദർശിച്ചാൽ, നമ്മുടെ ആഗമനം രോഗിക്ക് സന്തോഷമുണ്ടായാൽ, നമ്മുടെ പുഞ്ചിരിയിൽ രോഗിക്ക് സന്തോഷമുണ്ടായാൽ, മുഅ്മിനുകൾ അത് എത്ര വലിയ ഫളലാണ് നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം. മാത്രല്ല മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ രോഗിയെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന്റെ പാതയിലാണ്, അവൻ സ്വർഗത്തിന്റെ വഴിയിലാണ്. ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ മുസ്ലിമ ഇദാ عاد أخاء المسلم لم يزل في خرفة الجنة حتى يرجع. ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ അവൻ മടങ്ങുന്നത് വരെ അവൻ സ്വർഗീയ തോപ്പിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട് രോഗികളായി കിടക്കുന്ന ആളുകളുണ്ടോ, രോഗശയ്യയിൽ കിടക്കുന്ന ആളുകളുണ്ടോ, അവരെ പോയി സന്ദർശിച്ചാൽ, അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ഹദിയ കൊടുക്കാൻ കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ, മുഅ്മിനുകളെ, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. മാത്രല്ല മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ആദ മരീലൻ നാദാ മുനാദിൻ മിനസ് സമാ. ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്നും ഇപ്രകാരം വിളിച്ചു പറയും, തിബ്ത വത്വാബ മംശാക. നീ നല്ലവനായി. ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, തിബ്ത, നീ നല്ലവനായി മനുഷ്യ, വത്വാബ മംശാക, നിന്റെ നടത്തത്തെ, നിന്റെ വഴികളെ നീ സുഗന്ധപൂരിതമാക്കി, വതബവ്വഅത മിനൽ ജന്നതി മൻസില, നീ സ്വർഗ്ഗത്തിൽ ഒരു വീടിന്റെ വാതിൽ തുറക്കുകയും ചെയ്തവനാണ്. നോക്കൂ, നിങ്ങൾ രോഗിയെ സന്ദർശിച്ചാലുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് നമ്മളൊന്ന് എന്ത് ചെയ്യണം? ദുനിയാവിന്റെ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നതിനേക്കാൾ താല്പര്യം ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കണം.
അല്ലേ? ഒരു ഓഫർ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ആ സ്ഥലം കണ്ടുപിടിച്ച് സമയം കണക്കിലെടുത്ത് അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി പോകുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ വലിയ ഓഫറുകളാണ് വിശ്വാസികളെ നമുക്ക് നൽകുന്നത്. സ്വർഗം, അതല്ലേ നമ്മുടെ ലക്ഷ്യം? ആ സ്വർഗമല്ലേ നമ്മുടെ ലക്ഷ്യം? ആ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ മുഅ്മിനുകളെ നമ്മുടെ എല്ലാതും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് വന്നത്, ഇന്ന് ഈ ജുമയിൽ പങ്കെടുത്തത്, നമ്മൾ നന്മകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അത് സ്വർഗമാണ്. അതാകണം വിശ്വാസിയുടെ ലക്ഷ്യം. കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോ അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ കൈക്കോ നമ്മുടെ കാലുകൾക്കോ നമ്മുടെ കാഴ്ചക്കോ നമ്മുടെ കേൾവിക്കോ ഒരു കുറവും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നമ്മോട് ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെ ഉണ്ട് നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ. പല ആളുകളും പറയും എന്താ അങ്ങനെ പോണു. ആ വാക്കിന്റെ ഗൗരവം വളരെ വലുതാണ്. നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കണം. കാരണം ഇന്ന് നമ്മൾ ആരോഗ്യവാന്മാരാണെങ്കിൽ, ഇന്ന് നമ്മുടെ കാഴ്ചക്ക് പവറുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കൈകൾക്ക് കരുത്തുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ശരീരത്തിന് ഊർജമുണ്ടെങ്കിൽ, വിശ്വാസികളെ ഈ ഊർജമെല്ലാം കൊഴിഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന, വല്ലാത്ത അവശത ലഭിക്കുന്ന ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരാനുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് വിള്ളലുകൾ വരുന്ന സന്ദർഭം വരാനുണ്ട്. സംസാരിക്കുമ്പോൾ കൈകാലുകൾ വിറക്കുന്ന അവസ്ഥ വരാനുണ്ട്. കട്ടിൽ നിവർന്ന് കിടക്കുന്ന അവസ്ഥ നമുക്ക് വരാനുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നമ്മളെ സന്ദർശിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോകും. അല്ലാഹുവേ, എന്റെ കൂട്ടുകാരൻ എന്നെ ഒന്ന് വന്ന് കണ്ടിരുന്നുവെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവേ, എന്റെ കൂട്ടുകാരൻ എന്നോടൊന്ന് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ കിടക്കയിൽ വെച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു പോകുമെന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരാൾ വന്നുകൊണ്ട് നമ്മളെ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും, അല്ലെ? അപ്പൊ നമ്മളൊരു വ്യക്തിയെ പോയി സന്ദർശിക്കുമ്പോൾ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും? എത്ര സന്തോഷം ഉണ്ടാകും മുഅ്മിനുകളെ? ആ രോഗിയുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോ സാരല്ലാട്ടോ, അല്ലാഹ് ഭേദാക്കി തരും, വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പോ ആ രോഗിയുടെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാകും? ആ ഒരു സന്തോഷം നമ്മളും ഒരു ദിവസം കൊതിച്ചു പോകും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരുങ്ങണം. മാത്രല്ല വിശ്വാസികളെ, പരലോകത്ത്, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗിയെ സന്ദർശിക്കാത്തവനോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു രീതി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പറയുമെന്നുള്ളതാ. യാ ഇബ്നു ആദം മരിദ്തു ഫലം തഅദുനി, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ ആദമിന്റെ മനുഷ്യ, ഞാൻ രോഗിയായി കിടന്നപ്പോ ഫലം തഅദുനി, നീ എന്നെ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആര് ചോദിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ആ സന്ദർഭത്തിലെ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്, യാ റബ്ബ്, അല്ലാഹുവേ, കൈഫ അഊദുക, നിന്നെ ഞാൻ എങ്ങനെയാണ് സന്ദർശിക്കുക? വ അൻത റബ്ബുൽ ആലമീൻ, നീ ലോകത്തിന്റെ രക്ഷിതാവല്ലേ റബ്ബേ, നിന്നെ ഞാൻ എങ്ങനെയാണ് സന്ദർശിക്കുക എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി വിശ്വാസികളെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചോ. അമാ അലിംത അന്ന അബ്ദി ഫുലാന, എന്റെ ഒരു അടിമയായ ഇന്ന വ്യക്തി ഒരു ദിവസം രോഗിയായി കിടന്നല്ലോ. എന്റെ അടിമ ഒരു ദിവസം രോഗിയായി കിടന്നപ്പോ ഫലം തഅദുഹു, നീ അവനെ സന്ദർശിച്ചില്ലല്ലോ മനുഷ്യ. അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജദതനി ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ നിന്നെ എനിക്ക് കാണാമായിരുന്നു എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങള്, നമ്മളൊരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാലുള്ള ഗുണമാണ്, സന്ദർശിക്കാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അതിനാൽ സഹോദരന്മാരെ, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോ അതിങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ള മിടുക്കുണ്ടല്ലോ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള താല്പര്യമുണ്ടല്ലോ. അതിനപ്പുറം ഒരു ചിന്ത വരട്ടെ. അല്ലാഹുവേ, ഈ രോഗമെങ്ങാനും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ചിന്തിക്കണം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തേക്ക് ഒന്നും കൂടി വരികയാണ്. ഇപ്പൊ എത്ര ആളുകൾ ഒരുപാട് സമ്പത്തുള്ളൊരു വ്യക്തി, ഒരു ഉദാഹരണം പറയാം, ഒരുപാട് പൈസ ഉള്ള വ്യക്തിക്ക് ഇപ്പൊ ഒരു രോഗം വന്നാലും ചികിത്സിക്കാൻ വകുപ്പുണ്ട്. അയാളുടെ അടുത്ത് എന്തുണ്ട്? ചികിത്സിക്കാനുള്ള സമ്പത്തുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനെങ്ങാനും ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗം വന്നാൽ വിശ്വാസികൾ അവൻ എന്ത് ചെയ്യും? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്യും വിശ്വാസികളെ? ഒന്നുമില്ല. നമ്മള് ഡോക്ടറെ അടുത്തേക്ക് വെറുതെ പോവുകയാണ്, വെറുതെ ഒരു ക്ഷീണത്തിന് വേണ്ടി പോവുകയാണ്. ഒരു ക്ഷീണം സംഭവിച്ചപ്പോ പോയി നമുക്ക് കിട്ടുന്ന റിസൾട്ട് വലിയ മാരകമായിട്ടുള്ള രോഗം നിനക്കുണ്ടെന്ന് പറയുമ്പോ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ, ഒരു സന്തോഷത്തിന്റെ വാക്ക് പറയാൻ നമുക്ക് കഴിയോ? ഞാൻ പറഞ്ഞു വരുന്നത്, പാവപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കണ്ടറിയണം, ഉള്ളതിൽ നിന്ന് കൊടുക്കുകയും വേണം എന്നർത്ഥം. അതുകൊണ്ട് വിശ്വാസികളെ, രോഗസന്ദർശനം നമ്മൾ എന്ത് ചെയ്യുക? പതിവാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽപ്പെട്ട ഏതൊക്കെ ആളുകൾ രോഗിയായിട്ടുണ്ടോ അവിടൊക്കെ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കും. അത് മുശ്രിക്കുകളാണെങ്കിലും യഹൂദികളാണെങ്കിലും ആരാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന ഒരു യഹൂദി ബാലനുണ്ടായിരുന്നു, ഒരു കുട്ടി. ആ കുട്ടി രോഗിയായി കിടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ പോയി സന്ദർശിക്കുകയാണ്. ആ കുട്ടിയെ പോയിട്ട് ഇങ്ങനെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അസ്ലിം, നീ മുസ്ലിമായിക്കോ. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്കൊരു മനഹജുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും എന്ത് ചെയ്യാണ്? അവിടെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആ യഹൂദി ബാലനോട് പറയുകയാണ്, മോനെ അസ്ലിം, നീ മുസ്ലിമായിക്കോ എന്ന് പറയുമ്പോ ആ കിടക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ പിതാവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ എന്ത് ചെയ്യാനാണ്? ആ ഒരു നോട്ടം. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, മോനെ, നീ മുഹമ്മദിനെ അനുസരിച്ചോ എന്ന് പറയുകയാണ്. ആ സന്ദർഭത്തിൽ ആ കുട്ടി ഇസ്ലാമിലേക്ക് അതാ കടന്നു വരികയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, നരക ശിക്ഷയിൽ നിന്ന് ആ കുട്ടിയെ കാത്തു രക്ഷിച്ച നീ എത്ര പരിശുദ്ധനാണ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ പോയി സന്ദർശിച്ചു. അതിലൂടെ എന്തുണ്ടായി? ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹനീയമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാര് രോഗിയായി കിടക്കുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യുക? സന്ദർശിക്കാം. ഇസ്ലാമിന്റെ സുന്ദരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കുവാനും അവരെ സംരക്ഷിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സുന്ദരമായ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد
محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, രോഗ സന്ദർശനത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. രോഗിയെ സന്ദർശിക്കുമ്പോൾ ചില മര്യാദകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ രോഗസന്ദർശനം കൊണ്ട് രോഗിക്ക് ഒരിക്കലും പ്രയാസമുണ്ടാകാൻ പാടില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കും. റബ്ബേ, ഇനി എന്താ ചെയ്യാ, ഇതുപോലൊരു മനുഷ്യൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു. ആ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. പൊതുവേ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന വാക്കുകൾ അത് സന്തോഷത്തിന്റെ വാക്കുകളായിരിക്കണം. അതിലുപരി രോഗിക്ക് അതിലുപരി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ മറ്റൊരു മര്യാദയാണ് രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാതിരിക്കുക. ആവശ്യത്തിന് ഇരിക്കുക, വിശേഷങ്ങളൊക്കെ ചോദിക്കുക, മനസ്സിലാക്കുക, അവിടുന്ന് എന്ത് ചെയ്യുക, തിരിച്ചു പോരുക പ്രാർത്ഥിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഗൗരവപ്പെട്ട വിഷയമാണ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട രോഗികൾ കിടക്കുമ്പോൾ ആ രോഗിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതെന്താണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിച്ചു. ആ രോഗിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പൊ ആ രോഗി പറഞ്ഞു, എനിക്ക് ഗോതമ്പ് റൊട്ടി തിന്നാൻ താല്പര്യമുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽപ്പെട്ട രോഗികൾ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ ആ രോഗിക്ക് അത് ചെയ്തു കൊടുക്കണമെന്നാണ്. ആഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് നാം അത് ശ്രദ്ധിക്കണം. ഇനി വിശ്വാസികളെ, ഈ ഒരു വിഷയത്തിൽ വരുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ സ്ത്രീകൾക്ക് പുരുഷന്മാരെയും എന്ത് ചെയ്യാം, രോഗസന്ദർശനം നടത്താം. പണ്ഡിതന്മാർ ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് തോന്നണം ആ ഉപാധികളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അത്ര ഇടങ്ങറായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യുകയും വേണ്ട. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഒന്ന് സ്ത്രീയും പുരുഷനും തനിച്ചാവാതിരിക്കുക. കാരണം ഒരു സ്ത്രീയും പുരുഷനും തനിച്ചായി കഴിഞ്ഞാൽ അവിടെ പിന്നെ ആര് വരും? സ്വാഭാവികമായും പിശാച് കടന്നു വരും. അതുകൊണ്ട് ആ ഒരു വിഷയം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വിഷയം സ്പർശനങ്ങളും അതുപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുക. തൊട്ടുകൊണ്ടുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ അതൊക്കെ പറയാതിരിക്കുക. അത് ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുക. മറ്റൊരു വിഷയം ആ കിടക്കുന്ന രോഗി, നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന രോഗിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വലിയൊരു വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ ഖുതുബയെ നമ്മൾ വിശദീകരിച്ചു, നമ്മൾ വിരുന്നുകാരായി പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടി തിരിച്ചു പോരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഒരു പ്രാർത്ഥന. ഇവിടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് കാണുവാൻ കഴിയും, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 തവണ പറയേണ്ട ഒരു പ്രാർത്ഥനയായി നമുക്ക് പഠിപ്പിച്ചെന്നു. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അയ്യശ്ഫീക. അതിഗാംഭീര്യമുള്ള അർശിന്റെ റബ്ബും അതിമഹത്വമുള്ളവനുമായ അല്ലാഹുവിനോട് താങ്കൾക്ക് രോഗശമനം നടത്തുവാൻ ഞാൻ തേടുന്നു.
വലിയ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഗൗരവത്തോടു കൂടി കാണുക, അത് പഠിക്കുകയും ചെയ്യുക. അതുപോലെ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ റബ്ബൻ നാസ മുദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഈ ഹദീസ് പ്രാർത്ഥന 2-3 രൂപത്തിൽ വന്നിട്ടുണ്ട്. അവിടെ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ റബ്ബൻ നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ഈ രോഗം മാറ്റി അദ്ദേഹത്തെ നീ സുഖപ്പെടുത്തണേ എന്നാണ്. നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഒരാശയം. ഇശ്ഫി അൻത ശാഫി, നീയാകുന്നു രോഗം മാറ്റുന്നവൻ. ലാ ശാഫിയ ഇല്ലാ അൻത, നിന്നിലൂടെയല്ലാതെ രോഗശമനമില്ല. രോഗികളായി കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ആ രോഗികളെ നാം പോയി സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസികളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ, അല്പം പോലും ബാക്കിയാകാത്ത പൂർണ്ണ ശമനം അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ നൽകണേ എന്നുള്ള പ്രാർത്ഥന വിശ്വാസികളെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് രോഗം അത് വലിയ പരീക്ഷണമാണ്. രോഗം വലിയ പരീക്ഷണമാണ്. ആരോഗ്യം അത് അതിലേക്കാൾ വലിയ പരീക്ഷണമാണ്. ഏത് നിലക്ക് നോക്കിയാലും വിശ്വാസി തവക്കുലും പ്രാർത്ഥനയും എല്ലാം അല്ലാഹുവിങ്കലേക്ക് മാത്രം. എത്രയോ ആളുകൾ രോഗം കൂടുമ്പോൾ, രോഗം മൂർച്ഛിക്കുമ്പോൾ, ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന തങ്ങളുടെ അടുത്തേക്ക് പോകാം, ഇന്ന മഹാത്മാവിനോട് പ്രാർത്ഥിക്കാം, ഇന്ന ആളുകളിലേക്ക് നേർച്ച കൊടുക്കാം എന്നുള്ള ആ ഒരു രീതി വിശ്വാസികളെ നമ്മൾ മാറ്റിയെടുക്കണം. മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിക്കാത്ത വിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിലില്ല. അദ്ദേഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചില്ലേ? പക്ഷെ ഒരിക്കലും അല്ലാഹുവിനോടല്ലാതെ മറ്റൊരാളോടും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വലനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുമെന്നാണ്. വലനബ്ലുക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അതുകൊണ്ട് ആ വാക്കിനെ നാം നെഞ്ചിലേറ്റണം. അതുകൊണ്ട് ജീവിതം അത് ഖൈറും ശർറും നിറഞ്ഞതായിരിക്കും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അവൻ എങ്ങനെയുള്ളവനാണ്? മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ വെച്ച് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നതെന്നറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാണ്. അതുകൊണ്ട് രോഗിയെ സന്ദർശിക്കാൻ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രോഗിക്ക് വേണ്ടി നന്മ ചെയ്യാൻ, രോഗിക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഒരുപാട് സമയവും സമ്പത്തും നമ്മൾ കണ്ടെത്തണം. കാരണം ഒരു ദിവസം നമ്മളും രോഗിയാകും, സമ്പത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടും, ഒക്കെ നമുക്കും വരാലോ. അപ്പൊ നമ്മളെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ കൊണ്ടുവരും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ഈ ഒരു മേഖലയെ അതിന്റെ രൂപത്തിൽ കാണുകയും അതിലേക്കായി നാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ,
ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖൈറും നന്മയും ചെയ്യുവാനുള്ള മനസ്സ് നൽകി റബ്ബെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ അയൽവാസികൾ, അല്ലാഹുവേ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും റബ്ബേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.